ജുജുത്സു കൈസൻ സീസൺ 2 എപ്പിസോഡ് 14 ആരംഭിക്കുന്നത് മെയ് സ്മോൾ പോക്സിന്റെ ടെക്നിക്കിൽ നിന്ന് രക്ഷപ്പെടുന്നത് കാണിച്ചുകൊണ്ടാണ്. സ്മോൾ പോക്സിന് നേരെ കോടാലി വീശി ചാടുന്ന മെയ്സാനെ സ്മോൾ പോക്സ് വീണ്ടും ശവപ്പെട്ടിക്കുള്ളിൽ അടയ്ക്കുന്നു. കൂടാതെ തൊട്ടു പുറകെ വരുന്ന പാറക്കല്ല് പെട്ടിയെ മണ്ണിനടിയിൽ പൂഴ്ത്തുന്നു. സ്മോൾ പോക്സിന്റെ ടെക്നിക്ക് എന്നത് ഇരയെ പെട്ടിക്കുള്ളിൽ അടയ്ക്കുകയും ശേഷം ഗ്രേവ് സ്റ്റോൺ ഉപയോഗിച്ച് മണ്ണിനടിയിൽ താഴ്ത്തുകയും ചെയ്യുന്നതാണെന്നും 3 വരെ എണ്ണുന്നതിന് മുൻപ് വെളിയിൽ വരണമെന്നും മനസ്സിലാക്കുന്ന മെയ്സാൻ ഇതൊരു സ്പെഷ്യൽ ഗ്രേഡ് ഡിസീസ് കേഴ്സ് ആണെന്ന് പറയുന്നു. 3 എണ്ണുന്നതിന് മുൻപ് വെളിയിൽ വന്നില്ലെങ്കിൽ അതിനുള്ളിലെ കേഴ്സുകൾ കാരണം അസുഖം വന്ന് പെട്ടിക്കുള്ളിൽ കിടന്ന് മരിക്കുമെന്ന് ചിന്തിക്കുന്ന മെയ് ഗ്രേവ് സ്റ്റോൺ പൊളിച്ച് വെളിയിൽ വരുന്നു. ശേഷം വേഗം ഉയുവിനെയും കൊണ്ട് ഒളിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ പ്രധാന വെല്ലുവിളി ആ ഗ്രേവ് സ്റ്റോൺ ആണെന്ന് പറയുന്ന മെയ്സാൻ ഇനി 2 പ്രാവശ്യം കൂടി അതിൽ പെട്ടുപോയാൽ തനിക്ക് പിന്നെ അനങ്ങാൻ സാധിക്കാതെ വരുമെന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ ഗെറ്റോയെ തനിക്ക് നേരിടാൻ സാധിക്കില്ലെന്ന് പറയുന്ന മെയ് സ്മോൾ പോക്സിന്റെ ടെക്നിക്ക് കേഴ്സ് എനർജി കൂടിയവരെ മാത്രമേ ടാർഗറ്റ് ചെയ്യുകയുള്ളെന്ന് പറയുകയും തൻ്റെ കാക്കകളിൽ ഒരെണ്ണത്തിന് കേഴ്സ് എനർജി കൊടുക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് കാക്ക ശവപ്പെട്ടിക്കുള്ളിലാകുകയും ഗ്രേവ് സ്റ്റോണിന്റെ അടിയിൽ പോവുകയും ചെയ്യുന്നതോടെ താൻ പറഞ്ഞത് ശരിയാണെന്ന് മെയ്സാൻ ഉറപ്പിക്കുന്നു. സ്മോൾ പോക്സിനെ തീർക്കണമെങ്കിൽ അവൻ്റെ ശ്രദ്ധ ഉയുയിലേക്ക് തിരിക്കണമെന്നും അതിലൂടെ തനിക്ക് സ്മോൾ പോക്സിൻ്റെ അടുത്തെത്താൻ സാധിക്കുമെന്നും പറയുന്ന മെയ്സാൻ പക്ഷേ ഉയുയി പെട്ടിക്കുള്ളിലായാൽ മരിക്കുമെന്നും ചിന്തിക്കുന്നു. ശേഷം തനിക്ക് വേണ്ടി മരിക്കാൻ പറ്റുമോ എന്ന് മെയ്സാൻ ഉയിയോട് ചോദിക്കുമ്പോൾ മെയ്സാന് വേണ്ടി താൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് ഉയുയി പറയുന്നു. കേസിനെ എതിരിടാനായി ഉയുയി വെളിയിൽ വരികയും കേഴ്സ് എനർജി റിലീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ മെയ്സാൻ അവളുടെ കേഴ്സ് എനർജി മറച്ചു വയ്ക്കുന്നു. അപ്പോഴേക്കും ഉയ്യെ ലക്ഷ്യം വെക്കുന്ന സ്മോൾ പോക്സ് ഉയുവിനെ ടെക്നിക്ക് കൊണ്ട് ശവപ്പെട്ടിക്കുള്ളിലാക്കുന്നു. ശേഷം ഗ്രേവ് സ്റ്റോൺ വരാനായി നിൽക്കുമ്പോൾ മെയ്സാൻ ഞൊടിയിടയിൽ സ്മോൾ പോക്സിനടുത്ത് വരികയും ടെക്നിക്ക് ഉപയോഗിക്കുന്ന 2 കൈകളും വെട്ടിമാറ്റുകയും ചെയ്യുന്നു. ഉയുവിയെ താൻ വെറുതെ കൊണ്ടു നടക്കുന്നതാണെന്ന് നീ വിചാരിച്ചോ എന്ന് ചോദിക്കുന്ന മെയ്സാൻ ഞാൻ എവിടെയും തോൽക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ലെന്നും അതുകൊണ്ട് ഡൊമൈൻ എക്സ്പാൻഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് സിമ്പിൾ ഡൊമൈൻ ഉപയോഗിക്കാൻ അറിയാവുന്ന ഉയ്യെ കൂടെ കൂട്ടിയതെന്നും പറയുന്നു. ശേഷം മറിഞ്ഞിരിക്കുന്ന സ്മോൾ പോക്സിനെ മെയ്സാൻ അന്വേഷിക്കുമ്പോൾ അപ്രതീക്ഷിതമായി സ്മോൾ പോക്സ് മെയ്സാന് പുറകിൽ വരുന്നു. സ്മോൾ പോക്സിന് വരവ് മുൻകൂട്ടി അറിയാവുന്ന മെയ്സാൻ തൻ്റെ കാക്കയെ ഉപയോഗിച്ച് സ്മോൾ പോക്സിനെ തല ചിന്നി ചിതറിക്കുന്നു. ഒറ്റയിടിയിൽ സ്മോൾ പോക്സ് അവിടെ ചത്തു വീഴുന്നു. മെയ്സാന്റെ ഏറ്റവും ശക്തമായ ബേർഡ് സ്ട്രൈക്ക് ടെക്നിക്കാണിതെന്നും ഇതിൽ കാക്കയുമായി ജീവൻമരണ ഉടമ്പടി മെയ്സാൻ ഉണ്ടാക്കുമെന്നും ഈ ഉടമ്പടി കാരണം കാക്കയ്ക്ക് സ്വയം ഒരു ചാവേറാകേണ്ടി വരുമെന്നും പറയുന്ന ഉയുയി ഈ അറ്റാക്കിൽ നിന്ന് ഗോജോ ഒഴിച്ച് ബാക്കി ഒരു മനുഷ്യർക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് പറയുന്നു. ശേഷം ഡൊമൈനിൽ നിന്ന് വെളിയിൽ വരുന്ന മെയ്സാനും ഉയുയിയും ഗെറ്റോയെ കാണുന്നു. നമ്മളിനി പ്രധാന കലാപരിപാടിയിലേക്ക് കടക്കുകയാണെന്ന് മെയ് പറയുമ്പോൾ സാമാന്യം ഭേദപ്പെട്ട പ്രകടനമാണ് മുൻപ് നടത്തിയതെന്ന് ഗെറ്റോ പറയുന്നു. അതേസമയം നനാമിയും നവോബിറ്റോയും മാക്കിയും ഗോജോയെ അന്വേഷിച്ചു പോകുന്നു. ഗോജോയെ സീൽ ചെയ്തിരിക്കുകയാണെന്ന് തനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെന്ന് നവോബിറ്റോ പറയുമ്പോൾ ഇതിൽ ഗെറ്റോയ്ക്ക് എന്തോ പങ്കുണ്ടെന്ന് നനാമി പറയുന്നു. ഗോജോ ക്ലാന്റെ പതനത്തിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് നവോബിറ്റോ പറയുമ്പോൾ സഹായിക്കാനല്ല വരുന്നതെങ്കിൽ വീട്ടിൽ പോകാൻ മാക്കി പറയുന്നു. വീട്ടിൽ പോകേണ്ടത് നീയാണെന്ന് പറയുന്ന നവോബിറ്റോ നനാമിയോട് അഭിപ്രായം ചോദിക്കുന്നു. നവോബിറ്റോ പറയുന്നത് ശരിയാണെന്ന് പറയുന്ന നനാമി മാക്കി തിരിച്ചു പോവുകയാണ് വേണ്ടതെന്നും പറയുന്നു. ചില കള്ളുകുടിയന്മാരെക്കാളും ഭേദം താനാണെന്ന് മാക്കി പറയുമ്പോൾ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ എന്ന് നവോബിറ്റോയോട് നനാമി ചോദിക്കുന്നു. നനാമിയുടെ ചോദ്യം നവോബിറ്റോ നിരസിക്കുമ്പോൾ ഇതിലും ഭേദം ഒറ്റയ്ക്ക് പോകുന്നതാണെന്ന് നനാമി ചിന്തിക്കുന്നു. ശേഷം സ്റ്റേഷനുള്ളിലൂടെ പോകുമ്പോൾ നനാമിയും മാക്കിയും ഡാഗൺ എന്ന കേഴ്സിനെ കാണുന്നു. കേഴ്സിനെ നേടാൻ നനാമിയും മാക്കിയും തയ്യാറാകുമ്പോൾ മിന്നുന്ന വേഗത്തിൽ നവോബിറ്റോ കേഴ്സിനെ തൻ്റെ ടെക്നിക്ക് കൊണ്ട് പിടിക്കുന്നു. നിങ്ങൾ ഇച്ചിരി പതിയാണല്ലോ എന്ന് പറയുന്ന നവോബിറ്റോ ഡാഗണെ ഒറ്റയിടിക്ക് തെറിപ്പിച്ചു വിടുന്നു. നവോബിറ്റോ എങ്ങനെയാണ് കേഴ്സിനെ ഇടിച്ചതെന്ന് കണ്ടോ എന്ന് മാക്കി ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുന്ന നനാമി അത് അയാളുടെ ടെക്നിക്കായിരിക്കുമെന്ന് പറയുന്നു. നവോബിറ്റോയുടെ ഇടിയിൽ ഡാഗൺ കഴിച്ച മനുഷ്യരുടെ എല്ലുകൾ ഛർദ്ദിക്കുന്നു. ശേഷം ഹനാമിയുടെ പേര് പറഞ്ഞ് കരയുന്ന ഡാഗൺ നിനക്കൊക്കെ എങ്ങനെ ഹനാമിയെ കൊല്ലാൻ തോന്നിയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയും മറ്റൊരു രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. ഡാഗൺ തൻ്റെ ടെക്നിക്ക് ഉപയോഗിച്ച് അവിടെ ഒരു വെള്ളപ്പൊക്കം കൊണ്ടുവരുന്നു. വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാക്കി അവളുടെ കേഴ്സ്ഡ് ടൂളിൻ്റെ മേൽ കയറി നിൽക്കുന്നു. എടാ കേഴ്സ്ഡ് സ്പിരിറ്റ്, നിനക്കൊരു കാര്യം അറിയുമോ എന്ന് നവോബിറ്റോ പറയുമ്പോൾ തൻ്റെ പേര് കേഴ്സ്ഡ് സ്പിരിറ്റ് എന്നല്ലെന്നും ഡാഗൺ എന്നാണെന്നും പറയുന്നു.
ഇതൊന്നും കേൾക്കാതെ ഫ്രെയിംസിനെ കുറിച്ചും റെസൊല്യൂഷനെ കുറിച്ചും നവോബിറ്റോ വാതോരാതെ സംസാരിക്കുമ്പോൾ എനിക്ക് മാത്രമല്ല മഹീറ്റോ, ജോഗോ എന്നിവർക്കൊക്കെ പേരുണ്ടെന്ന് ഡാഗൺ പറയുന്നു. വീണ്ടും ഇതൊന്നും കേൾക്കാതെ നവോബിറ്റോ ഓരോന്ന് പറയുമ്പോൾ ദേഷ്യം വരുന്ന ഡാഗൺ ഞങ്ങൾക്കൊക്കെ പേരുണ്ടടാ എന്ന് അലറി പറയുന്നു. നിനക്ക് ഇത്തിരി മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ലേ എന്ന് നവോബിറ്റോയും തിരിച്ചടിക്കുന്നു. ഇതിനിടയിൽ പുറകിലൂടെ വരുന്ന നനാമി ഡാഗണെ ആക്രമിക്കുന്നു. കൂടെ മാക്കയും ചേർന്നെങ്കിലും മാക്കയുടെ അടി ഡാഗൺ തടയുന്നു. ഈ തക്കം നവോബിറ്റോ ഡാഗണെ തൻ്റെ ടെക്നിക്ക് ഉപയോഗിച്ചൊരു ഫ്രെയിമാക്കി മാറ്റുന്നു. ശേഷം നനാമിക്ക് എറിഞ്ഞു കൊടുക്കുന്നു. നനാമി പറന്നു വന്നടിച്ചെങ്കിലും ഡാഗൺ തടയുന്നു. എത്ര കൊണ്ടിട്ടും ഡാഗണ് പരിക്ക് പറ്റുന്നില്ലെന്ന് നനാമി വിചാരിക്കുന്നു. സോസേഴ്സിനിടയിലൂടെ കൂളായി നടന്നു വരുന്ന ഡാഗണെ കാണുന്ന നവോബിറ്റോ 2 ഗ്രേഡ് 1 സോസേഴ്സിന് പോലും ഇവനെ തീർക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്നു. അതിനിടയിൽ മാക്കി തൻ്റെ പരിമിതികളെ ഓർത്ത് നിരാശപ്പെടുന്നു. ഡാഗൺ തനിക്ക് ചുറ്റും ഒരു വലയം തീർത്തിരിക്കുന്നത് കാണുന്ന നവോബിറ്റോ ഡാഗണ് ഒരേ സമയം ആക്രമിക്കാനും പ്രതിരോധിക്കാനും സാധിക്കുമോ എന്നും അങ്ങനെയെങ്കിൽ നിന്റെ അടുത്ത് ഒരുപാട് കേഴ്സ് എനർജിയും ടെക്നിക്കുകളും കാണുമല്ലോ എന്നും പറയുന്നു. നിന്നെ അതൊന്നും ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് 3 പേരും ഡാഗണ് നേരെ കുതിക്കുന്നു. 3 പേരും ഡാഗണെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. നവോബിറ്റോ കാരണമാണ് തനിക്ക് ടെക്നിക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്തതെന്ന് ഡാഗൺ മനസ്സിലാക്കുന്നു. അപ്പോഴേക്കും ഡാഗന്റെ പുറകിൽ വരുന്ന നവോബിറ്റോ അവനെ ആക്രമിക്കുന്നു. നവോബിറ്റോയ്ക്ക് ജോഗോനേക്കാളും വേഗമുണ്ടെന്ന് ഡാഗൺ ചിന്തിക്കുന്നു. നവോബിറ്റോയുടേത് പ്രൊജക്ഷൻ സോസറി എന്ന ടെക്നിക്കാണെന്നും ഇത് 1 സെക്കൻഡിന് 24 ഫ്രെയിംസ് ആക്കുമെന്നും ഇതിലൂടെ നവോബിറ്റോയ്ക്ക് അവൻ്റെ വഴി മുൻകൂട്ടി നിശ്ചയിക്കാൻ സാധിക്കുമെന്നും കൂടാതെ നവോബിറ്റോ തൊടുന്ന ആളും 1 സെക്കൻഡിൽ നിശ്ചയിച്ച വഴി പോകണമെന്നും ഇല്ലെങ്കിൽ അവരവിടെ 1 സെക്കൻഡ് സ്റ്റക്കായി പോകുമെന്നും പറയുന്നു. കൂടാതെ ഈ ടെക്നിക്കിന് ഒരു ബലഹീനതയുണ്ടെന്നും 1 സെക്കൻഡിൽ നിശ്ചയിച്ച വഴി മാത്രമേ പോകാൻ സാധിക്കുകയുള്ളെന്നും ഇടയ്ക്ക് വെച്ച് മാറ്റാൻ പറ്റില്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ നവോബിറ്റോ ആവും 1 സെക്കൻഡ് സ്റ്റക്കാവുന്നതെന്നും ഗോജോ കഴിഞ്ഞ് ഏറ്റവും വേഗം കൂടിയ സോസർ നവോബിറ്റോ ആണെന്നും പറയുന്നു. നിലത്ത് വീണ് കിടക്കുന്ന ഡാഗൺ ടെക്നിക്ക് പ്രയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ നവോബിറ്റോ അത് തടയുന്നു. പക്ഷെ അതിനു മുൻപ് തന്നെ ഡാഗൺ ഡൊമെയിൻ എക്സ്പാൻഷൻ വരുത്തുന്നു. ഡാഗന്റെ ഡൊമെയിനിൽ നവോബിറ്റോയും നനാമിയും മാക്കിയും അകപ്പെടുന്നു. വെള്ളത്തിന് നടുവിൽ നിൽക്കുന്ന ഡാഗൺ ഷിക്കിഗാമികളെ ഉപയോഗിച്ച് മാക്കിയെയും നനാമിയും ആക്രമിക്കുന്നു. എന്നാൽ നവോബിറ്റോ ഷിക്കിഗാമിയെ സെനിൻക്ലാനിൻ്റെ ആൻറ്റി ഡൊമെയിൻ ടെക്നിക്ക് കൊണ്ട് രണ്ടാക്കുന്നു. സിമ്പിൾ ഡൊമെയിനെ പോലെ ഒരു ടെക്നിക്കാണ് ആൻറ്റി ഡൊമെയിൻ എന്നും ഡൊമെയിൻ എക്സ്പാൻഷനുള്ളിലെ ഗ്യാരണ്ടീഡ് അറ്റാക്കിനെ പ്രതിരോധിക്കാൻ ഇത് സഹായിക്കുമെന്നും പറയുന്നു. നവോബിറ്റോ ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് പറയുന്ന ഡാഗൺ തൻ്റെ ശക്തിയുടെ 70% നവോബിറ്റോയ്ക്ക് നേരെയും 30% നനാമിക്ക് നേരെ ആക്രമിക്കാമെന്ന് തീരുമാനിച്ച് പുതിയ ടെക്നിക്ക് ഉപയോഗിക്കുന്നു. നിമിഷ നേരത്തിനുള്ളിൽ ഒരുപാട് മീനുകളെ പോലെ ഇരിക്കുന്ന ഷിക്കിഗാമികൾ അവർക്ക് നേരെ കുതിക്കുന്നു. മാക്കിയോട് കണ്ണും പൂട്ടി വരുന്നതിനെയെല്ലാം അടിച്ചു കൊല്ലാൻ നനാമി പറയുമ്പോൾ നനാമിയെ മീനുകൾ കടിച്ചു മൂടുന്നു. അതേസമയം ആൻറ്റി ഡൊമെയിൻ ഉപയോഗിച്ച് മീനുകളുടെ അടുത്തു നിന്നും നവോബിറ്റോ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. മീനുകളുടെ വരവ് നിൽക്കുന്നില്ലല്ലോ എന്ന് നവോബിറ്റോ വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായി വരുന്ന ഡാഗൺ നവോബിറ്റോയെ അടിച്ചുവിടുന്നു. തെറിച്ചു പോകുന്ന നവോബിറ്റോയ്ക്ക് പുറകിൽ വരുന്ന ഡാഗൺ ഒരു ഷിക്കിഗാമിയെ ഉപയോഗിച്ച് നവോബിറ്റോയെ ട്രാപ്പ് ചെയ്യുന്നു. നവോബിറ്റോയെ സഹായിക്കാൻ മാക്കി ശ്രമിച്ചെങ്കിലും ഡാഗൺ അവളെ തൊഴിച്ചുവിടുന്നു. തൻ്റെ ടെക്നിക്കിൽ നിരന്തരമായി ഷിക്കിഗാമികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്ന ഡാഗൺ നവോബിറ്റോയെ ഷിക്കിഗാമികൾക്ക് കടിച്ചു കീറാൻ വിട്ടുകൊടുക്കുന്നു. ശേഷം എഴുന്നേറ്റ് വരുന്ന മാക്കിയെ ഡാഗൺ ആക്രമിക്കാനൊരുങ്ങുമ്പോൾ വെളിയിൽ നിന്നും ഡൊമെയിനകത്തേക്ക് ഫുഷിഗ്രോ ചാടി വരുന്നു. ശേഷം മാക്കിക്ക് മറ്റൊരു കേഴ്സ് ടൂൾ ഫുഷിഗ്രോ കൊടുക്കുന്നു. അനുവാദമില്ലാതെ അകത്തേക്ക് വന്ന ഫുഷിഗ്രോയെ ആക്രമിക്കാൻ ഡാഗൺ ശ്രമിക്കുമ്പോൾ മാക്കി പുറകിൽ നിന്നും അടിക്കുന്നു. ഇതിനിടയിൽ ഡാഗന്റെ ഡൊമെയിൻ ഗ്യാരണ്ടീഡ് ഹിറ്റ് ഇഫക്റ്റ് നഷ്ടപ്പെട്ടെന്നും അതിന് കാരണം ഫുഷിഗ്രോയുടെ ഡൊമെയിൻ ആണെന്നും അവൻ്റെ ഡൊമെയിൻ നശിപ്പിച്ചാൽ ഗ്യാരണ്ടീഡ് ഹിറ്റ് തിരിച്ചു വരുമെന്ന് ഡാഗൺ പറയുന്നു. ശേഷം ഫുഷിഗ്രോയ്ക്ക് നേരെ 2 ഷിക്കിഗാമികളെ വിടുന്നു. ഫുഷിഗ്രോയെ ഷിക്കിഗാമി വിഴുങ്ങുന്നതിന് മുൻപ് അവിടേക്ക് വരുന്ന നനാമി അതിനെ 2ആയി കീറി വിടുന്നു. യുജിയുടെയും ഇനോസാന്റെയും കാര്യങ്ങൾ അന്വേഷിക്കുന്ന നനാമി ഡൊമെയിനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറയുന്നു. നനാമി ഇതുവരെ ചത്തില്ല എന്ന് ഡാഗൺ ചിന്തിക്കുമ്പോൾ ഒരു കൈ മുറിഞ്ഞ നവോബിറ്റോ പുറകിൽ നിന്ന് ആക്രമിക്കുന്നു. സഹായത്തിന് വരുന്ന മാക്കിയും കൂടി ഡാഗൺ തിരിച്ചാക്രമിക്കുന്നു. ഷിക്കിഗാമിയെ തടയുന്ന നവോബിറ്റോ എന്നെ നഷ്ടപ്പെട്ട കൈക്ക് നീ സമാധാനം പറഞ്ഞേ മതിയാവൂ എന്ന് പറയുന്നു. അതേസമയം നനാമി ഡാഗന്റെ ഷിക്കിഗാമികളെ ഓരോന്നായി അരിഞ്ഞു വീഴ്ത്തുന്നു. ഡാഗന്റെ ഡൊമെയിനുമായി കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്ന ഫുഷിഗ്രോ ഡാഗന്റെ വിചാരം നമ്മൾ ഡൊമെയിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാനാണ് നോക്കുന്നതെന്നാണ്, പക്ഷേ എൻ്റെ ലക്ഷ്യം മറ്റൊന്നാണെന്ന് പറയുന്ന ഫുഷിഗ്രോ
ഡാഗന്റെ ഡൊമെയിനിൽ ഒരാൾക്ക് പോകത്തക്ക വിധത്തിൽ 2-3 സെക്കൻഡ് നേരത്തേക്ക് ഒരു തുളയുണ്ടാക്കാമെന്നും അതിലൂടെ നമ്മളെല്ലാവരും വെളിയിലെത്തിയാൽ ഈ കേസിനെ തോൽപ്പിക്കാൻ എളുപ്പമാണെന്നും ഒരു ദിവസം 1-ൽ കൂടുതൽ ഡൊമെയിൻ എക്സ്പാൻഷൻ ഉണ്ടാക്കാൻ ഇവൻ ഗോജോ അല്ലല്ലോ എന്നും പറയുന്നു. ശേഷം നനാമി മാക്കിയോടും നവോബിറ്റോയോടും ഫുഷിഗ്രോയ്ക്ക് അടുത്തേക്ക് വരാൻ പറയുകയും ഡാഗന്റെ അടുത്ത് നിന്നും അവർ ഫുഷിഗ്രോയ്ക്ക് അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു. ആ പയ്യനെ സംരക്ഷിക്കാനാണോ ഇവരിങ്ങനെ കൂട്ടം കൂടുന്നതെന്ന് ചിന്തിക്കുന്ന ഡാഗണ് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കുകയും ഫുഷിഗ്രോയ്ക്ക് നേരെ കുതിക്കുകയും ചെയ്യുന്നു. നനാമിയുടെ നിർദ്ദേശപ്രകാരം ഫുഷിഗ്രോ ഒരു ഹോൾ ഉണ്ടാക്കുകയും എല്ലാവരും അതിലേക്ക് ചാടാൻ പോവുകയും ചെയ്യുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വെളിയിൽ നിന്നും അകത്തേക്ക് ചാടിക്കയറുവെന്ന് ടോജി സെന്നിനെ കാണിച്ചുകൊണ്ടാണ് ജുജുത്സു കൈസൻ സീസൺ 2 എപ്പിസോഡ് 14 അവസാനിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.